ഹലോ, നമസ്കാരം. ഏവർക്കും കഥാതന്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീ ശങ്കരാചാര്യരെക്കുറിച്ചാണ്. ശങ്കരാചാര്യരെക്കുറിച്ച് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് കാര്യങ്ങളെല്ലാം അറിവുണ്ടായിരിക്കാം. എങ്കിൽ പോലും നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ശ്രീ ശങ്കരാചാര്യരുടെ പിതാവ് വിദ്യാധിരാജൻ എന്ന പേരിലുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം പൊതുവെ ശിവഗുരു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അമ്മയുടെ പേര് ആര്യാമ്പ അന്തർജനകം എന്നായിരുന്നു. അവർക്ക് വളരെ കാലം ആയിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരു 48 ദിവസം ഭജനം പാർക്കുകയും പിന്നീട് അധികം കാലം താമസമില്ലാതെ അവർ ഗർഭിണിയാവുകയും ചെയ്തു. ആ ഗർഭകാലാവസ്ഥയിൽ അന്തർജനം ഉറക്കത്തിൽ പതിവായി മഹാദേവനെ സ്വപ്നം കാണാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഗർഭകാലം കഴിഞ്ഞു. ഒരു ശുഭമുഹൂർത്തത്തിൽ ശ്രീ ശങ്കരൻ പൂജാതനായി. ചെറുപ്പത്തിലെ തന്നെ സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു അദ്ദേഹം. ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാട്ടിയിരുന്നൊരു കുഞ്ഞായിരുന്നു അത്. അവരുടെ ഇല്ലപ്പറമ്പിൽ തന്നെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. ശങ്കരൻ്റെ അമ്മ കുറച്ച് ദൂരം അകലെയുള്ള പൂർണ്ണ നദിയിൽ അതിരാവിലെ പോയി കുളിച്ച് വന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുക സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ പൂർണ്ണ നദി എന്ന് പറയുന്നത് ഇന്നത്തെ പെരിയാറാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇല്ലത്തിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഒരിക്കൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാൽ അമ്മ വഴിയിൽ കുഴഞ്ഞു വീഴുകയും ശ്രീ ശങ്കരനും കൂടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് കുഞ്ഞ് ശങ്കരന് വല്ലാണ്ട് മാനസികമായിട്ടുള്ള വിഷമം തോന്നി. അദ്ദേഹം ശ്രീകൃഷ്ണസ്വാമിയെ വിളിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചു. അപ്പോൾ ഉണ്ണി കാലടി വരയുന്നിടത്ത് നദി ഗതിയാവട്ടെ എന്ന് ശ്രീകൃഷ്ണസ്വാമി അനുഗ്രഹിച്ചു. അത്തരമൊരു അശരീരി കേൾക്കുകയും ശ്രീ ശങ്കരൻ ഇല്ലപ്പറമ്പിൽ കാലുകൊണ്ട് വരയ്ക്കുകയും അങ്ങനെ ആ പൂർണ്ണ നദി ഗതി മാറി ഇല്ലപ്പറമ്പിനടുത്തുകൂടെ ഒഴുകാൻ തുടങ്ങിയെന്നും പറയുന്നു. അങ്ങനെ ആ സ്ഥലത്തിന് കാലടി എന്ന പേര് കിട്ടിയെന്നാണ് ഐതിഹ്യം പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുഞ്ഞുനാളിൽ തന്നെ ശങ്കരന് ഈശ്വരീയമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുളിക്കാനായിട്ട് പുഴയിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലൊരു മുതല പിടികൂടി കുഞ്ഞു ശങ്കരനെ പുഴയുടെ കയങ്ങളിലേക്ക് വലിക്കാൻ തുടങ്ങിയത്. അമ്മ വെളിയിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അമ്മ ആകെ കൂടി പരിഭ്രമിച്ചു. അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അവർ ഒച്ച വയ്ക്കുന്നുണ്ട്, ഇതാവുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മേ, എന്നെ ഈ മുതല വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ സന്യസിക്കാനായിട്ട് പോകണം. എങ്കിലേ ഈ മുതലയുടെ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ട് എനിക്കൊരു പുതുജീവിതം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അമ്മ സമ്മതിക്കൂ എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞ് അങ്ങനെയാണ് പറയുന്നത്. ഇത് കണ്ടു നിന്ന് വിഷമിച്ച മാതാവിന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. കുഞ്ഞിൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അപ്പോൾ ആ മാതാവ്, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ, ഞാൻ സന്യസിക്കാൻ പോകാനായിട്ട് നിന്നെ വിടാമെന്ന് പറഞ്ഞു. അതിനു മുൻപേ തന്നെ പല പ്രാവശ്യം ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് സന്യസിക്കാൻ പോകണം എന്ന്. അന്ന് ആചാര്യരായിട്ടില്ല,
ശ്രീ ശങ്കരൻ അല്ലെങ്കിൽ കുഞ്ഞു ശങ്കരൻ. പക്ഷെ അമ്മ ആ സന്യാസത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ എന്താ ഉണ്ണി പറയണത്, ഈ പ്രായത്തിൽ സന്യസിക്കാൻ പോവുകയെ വിഡിതം പറയാണ്ടിരിക്കും എന്നെല്ലാം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വന്നതോട് കൂടിയിട്ട് അമ്മ അതിന് സമ്മതിക്കുകയും അതോടുകൂടി ആ മുതല ആ കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് വിട്ട് പോവുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള ആ ഒരു ജീവിതം, അതിൽ നമ്മളെ ആ ഭൗതിക ജീവിതത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിൽ എല്ലാവരിലുമുള്ള അഹന്ത, അസൂയ, സ്വാർത്ഥത, അങ്ങനെ പലതരത്തിൽ നമ്മളെ ജീവിതത്തിൻ്റെ ആ ഏറ്റവും ഇതായിട്ടുള്ള ആഴക്കയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊരു പ്രതിരൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിലാണ് മുതലേ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിൽ നിന്നൊരു മോചനം കിട്ടി, ഒരു പുതുജീവിതം, ഇപ്പോൾ ഉള്ള സാധാരണ ഭൗതിക ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതുജീവിതം, ഒരു സന്യാസ ജീവിതം, അവിടെ എല്ലാം ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാം പേരടക്കം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ നമ്മളുടെ കൂടെയുള്ള ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള അസൂയ, കുശുമ്പ്, കുനിഷ്ട്, പ്രതികാരം, അത് ഇതെല്ലാം നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിലെയാണ് ഈ സന്യാസത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഇതാവുന്നത്. അപ്പോൾ ആ ഒരു പുതുജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടത്. അത് ഇങ്ങനൊരു രൂപം, ഇതാണ് ഈ മുതല എന്ന് പറയുന്നത്. നമ്മളിലുള്ള ഭൗതിക ജീവിതത്തിലുള്ള നമ്മുടെ ഇതേമാതിരിയുള്ള ഓരോ മോശമായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളുമാണ് ഒരു മുതലയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതല്ല അത് മഹാദേവനായിരുന്നു എന്ന് പറയുന്നൊരു വിശ്വസിക്കുന്ന ഒരു ഇതുമുണ്ട്. ശ്രീ ശങ്കരൻ മഹാദേവൻ്റെ തന്നെ ഒരു അവതാരമാണെന്നുള്ളതും പലരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് സന്യാസത്തിന് ഇറങ്ങി പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് വേറെ ആരുമില്ല. അതിന് മുമ്പേ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്ക് ഏക സന്താനം ഇങ്ങനെ ചെറുപ്രായത്തിലെ സന്യാസത്തിന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇനി ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുമോ? ഏറ്റവും കുറഞ്ഞത് ആ മരണസമയത്തെങ്കിലും ആ കുഞ്ഞിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ ഉള്ളിൽ വിഷമം കൊണ്ട് അവർ ചോദിച്ചു, എനിക്ക് നിന്നെ എങ്ങനെ കാണാനാണ്, എനിക്ക് മരിക്കുമ്പോഴെങ്കിലും നിന്നെ ഒന്ന് കാണണ്ടേ, ആ ഒരു സമയത്തെങ്കിലും എൻ്റെ കണ്ണടയ്ക്കുന്ന നേരത്തെങ്കിലും നിന്നെ ഒന്ന് കാണണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മ വിചാരിക്കുന്ന സമയത്ത് ഞാനിവിടെ എത്തിച്ചേരും. അമ്മയ്ക്ക് അങ്ങനെ തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്നെ കാണണം എന്നുള്ള സമയത്ത് ഞാനിവിടെ എത്തിച്ചേരും എന്നുള്ളത് വാക്ക് കൊടുത്തിട്ടാണ് ശങ്കരാചാര്യർ പോകുന്നത്. അദ്ദേഹം അങ്ങനെ സഞ്ചരിച്ച് കാശിയിലെത്തി. കാശിയിൽ ഗൗഡപാദാചാര്യർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഗോവിന്ദപാദാചാര്യർ എന്ന് പറഞ്ഞിട്ടൊരു ശിഷ്യനുണ്ടായിരുന്നു. ഈ ഗോവിന്ദപാദാചാര്യരുടെ ശിഷ്യത്വം നേടാനായിട്ട് ഇദ്ദേഹം ചെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ആ അഭ്യർത്ഥിച്ച സമയത്ത് ഈ വന്ന കുഞ്ഞിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ അവനിൽ എന്തുണ്ട് കാമ്പായിട്ടെന്നുള്ളത് അറിയാനായിട്ട് ആ സമയത്ത് അപ്പോൾ നിർമ്മിച്ച ഒരു 10 ശ്ലോകങ്ങൾ ഈ ഗോവിന്ദാചാര്യർ ചൊല്ലി ചോദിക്കണം. അത് ചോദ്യങ്ങളാണ്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ശങ്കരാചാര്യർ ആ 10 ശ്ലോകങ്ങൾക്കും ഉത്തരവുണ്ടാക്കി ഈ ഗോവിന്ദാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകങ്ങളായിട്ട്. അതിനെ ദശശ്ലോകി എന്ന് ആണ് അറിയപ്പെടുന്നത്. ഈ ശങ്കരാചാര്യർ ഗോവിന്ദാചാര്യരുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഗോവിന്ദാചാര്യർ ഒരിക്കൽ വ്യാസമുനിയെ കണ്ടുമുട്ടി. വ്യാസമുനിയെ കണ്ടുമുട്ടിയ സമയത്ത്
അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ അദ്ദേഹം വ്യാസമുനിയുടെ മുന്നിൽ വെച്ചു. അതായത് ബ്രഹ്മസൂത്രം അതിൻ്റെ ആന്തരികാർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലൊരു വ്യാഖ്യാനം അങ്ങ് നിർമ്മിക്കണം എന്നുള്ളൊരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, അതൊന്നും ഇപ്പോൾ വേണ്ട. സർവജ്ഞനും എനിക്ക് സമനുമായിട്ടുള്ള ഒരു ശിഷ്യൻ നിനക്ക് വന്നു ചേരും. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ ഒരു കർമ്മം നിർവഹിക്കും, അത് അദ്ദേഹത്തിന് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരം ഒരു ഉത്തമനായിട്ടുള്ളൊരു ശിഷ്യനെ നമ്മുടെ ഗോവിന്ദാചാര്യർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത് ശിഷ്യത്വം സ്വീകരിച്ച് കുറച്ച് നാൾ അതെല്ലാം കഴിഞ്ഞ് ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നൊരു സമയത്ത് ശങ്കരാചാര്യരോട് പറഞ്ഞു, നീ ഇങ്ങനെ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിക്കണം എന്ന് പറയുകയും അദ്ദേഹം 12-ാം വയസ്സിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം അദ്വൈത ദർശന പ്രചാരണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച ശങ്കരാചാര്യർക്ക് അദ്ദേഹം കാശിയിലെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ശിഷ്യന്മാരെല്ലാം ഉണ്ടായി. അദ്ദേഹം കാശി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യന്മാരുമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ എതിരെ ഒരു ചണ്ടാളൻ ഒരു 4 നായ്ക്കളുമായിട്ട് വരുന്നത് കണ്ടു. അന്ന് ഈ സവർണാധിപത്യമൊക്കെ ഉള്ളൊരു കാലഘട്ടം ആയിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അങ്ങനെയുള്ള അനാചാരങ്ങളെല്ലാം ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഈ ചണ്ടാളൻ നേരെ മുന്നിൽ വന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ അയാളോട് വഴിമാറിപ്പോകുന്ന ആജ്ഞാപിച്ചു. ഇതൊക്കെ തന്നെ ശ്രീ ശങ്കരനും മനസ്സിൽ മുന്നിൽ ഇതിൽ കൂടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരാൻ പാടില്ലാത്തതായിരുന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ചണ്ടാളൻ തിരിച്ച് ഇവരോട് ചോദിക്കുക, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരമാണോ മാറി നിൽക്കേണ്ടത്, അതോ അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവാണോ മാറി നിൽക്കേണ്ടത്? നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ശങ്കരന് മനസ്സിലായി, ഇത് ഒരു സാധാരണ മനുഷ്യനല്ല, ഇദ്ദേഹം മഹാദേവൻ തന്നെ വന്നിട്ടുള്ളതാണെന്നുള്ളൊരു ഇത് മനസ്സിലാക്കി ശങ്കരാചാര്യർ. ഉടനെ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും ഈ ചണ്ടാളൻ്റെ കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്തു. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 നായകൾ 4 വേദങ്ങളായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് അപ്പോൾ അവിടെ വച്ചിട്ട് ശ്രീ ശങ്കരാചാര്യർ രചിച്ചതാണ് മനീഷാ പഞ്ചകം എന്ന കൃതി. അദ്ദേഹം പിന്നീട് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യം രചിച്ചതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം രചിച്ചു. ശ്രീ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചു എന്ന് പറഞ്ഞല്ലോ. അതുകൂടാതെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചു, ദശോപനിഷത്തുക്കൾക്ക് ഭാഷ്യം രചിച്ചു. കൂടാതെ ഭജഗോവിന്ദം, സൗന്ദര്യലഹരി എന്നിവയെല്ലാം ശങ്കരാചാര്യരുടെ കൃതികളാണ്. അദ്ദേഹം ഒരു 300-ൽ പരം കൃതികൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശ്രീ ശങ്കരാചാര്യർ സനാതന ധർമ്മ പരിപാലനത്തിനായിട്ട് ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. അത് മൈസൂരിലുള്ള ശൃംഗേരി മഠം, ദ്വാരകയിലുള്ള ശാരദാ മഠം, ബദരിയിലുള്ള ജ്യോതിർ മഠം
പുരിയിലുള്ള ഗോവർദ്ധന മഠം എന്നിവയാണ് അത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർ പത്മപാദാചാര്യർ, സുരേശ്വരാചാര്യർ, ഹസ്താമലകാചാര്യർ, തോടകാചാര്യർ എന്നിവരാണ്. നമുക്ക് ശങ്കരാചാര്യരെ പറ്റി ഇനിയും പല കാര്യങ്ങളും പറയാനും അറിയിക്കാനും ഉണ്ട്. ഈ വീഡിയോ അധികം ദീർഘിപ്പിച്ചാൽ എല്ലാവർക്കും ഒരു മുഷ്ടിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അടുത്ത എപ്പിസോഡിൽ ശങ്കരാചാര്യരെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി. ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. നന്ദി.